ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ അനദർ വ്ളോഗ്. ഞാൻ ഇന്നൊരു മൂവി ഒക്കെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആട് 3 ആണ്. അതായത് ഞാൻ ചെറിയൊരു റിവ്യൂ പോലെ പറയാന്ന് വിചാരിച്ചത്, പക്ഷെ എനിക്ക് ആക്ച്വലി ഫസ്റ്റ് പാർട്ട് മാത്രമേ ഇഷ്ടമായിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. സെക്കൻഡ് പാർട്ട് എനിക്ക് കുറച്ച് ബോറിംഗ് ആയിരുന്നു. മിഡിൽ പോർഷൻ ഇല്ലേ മൂവിയുടെ, അത് ഭയങ്കര ബോറിംഗ് ആയിട്ടോ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനൊന്ന് ക്യാമറ ഒന്ന് പ്ലേസ് ചെയ്യട്ടെ കേട്ടോ. അതിനുശേഷം ഒരു സിനിമയിലാവുമ്പോൾ നമുക്ക് ഒരു ബിഗിനിങ് ഉണ്ട്, മിഡിൽ ഉണ്ട്, എൻഡ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് വരും. അപ്പൊ എനിക്കിതിൽ ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് എൻഡും ബിഗിനിങ്ങും മാത്രം കേട്ടോ. അതായത് പക്ഷെ മിഡിൽ പോർഷൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ട് തോന്നി. അതായത് ആ ടൈമിൽ എനിക്കൊന്ന് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാൻ അതിൽ മെയിൻ ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നത് അതിലെ എല്ലാ ആക്ടേഴ്സിന്റെയും ആക്ടിങ് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഫിലിമിന്റെ മേക്കിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ആട് 3 ആണ്. അപ്പൊ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളൂ. പക്ഷെ ഞാൻ പോയപ്പോ തിയേറ്ററിലൊക്കെ ആള് കുറവായിരുന്നു കേട്ടോ, എന്താണെന്ന് അറിയില്ല. ബട്ട് ഇറ്റ് വാസ് ആക്ച്വലി ഇറ്റ് വാസ് എ നൈസ് എക്സ്പീരിയൻസ്. അതായത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ എന്റെ ഒരു ഞാൻ കുഞ്ചു പി വന്നതിന്റെ ഒരു വ്ളോഗ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതില് പിന്റെയും കുഞ്ചുവിന്റെയും കുറച്ചിങ്ങനെ കുസൃതി തരങ്ങളൊക്കെ കുറച്ചുണ്ട് കേട്ടോ. അതൊരു വ്ളോഗിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെല്ലാവരും ആ വ്ളോഗ് എടുത്ത് കാണുക കേട്ടോ. പിന്നെ അമ്മയുണ്ട് കേട്ടോ, അമ്മേനെയും കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ നോക്കിക്കോളൂ. പിന്നെ ഇന്നത്തെ ഡേ ഞാൻ എന്തായാലും പറയാം കേട്ടോ. ആക്ച്വലി ഇന്നത്തെ ഡേ പ്രൊഡക്റ്റീവ് ആണോ ചോദിച്ചാൽ, ഈ സമ്മർ സീസണിൽ ആക്ച്വലി നമ്മൾ പ്രൊഡക്റ്റീവ് ആക്കാൻ നോക്കുമ്പോൾ നമുക്ക് ആക്ച്വലി ക്ലൈമറ്റ് ഇസ് കില്ലിംഗ് എസ് എന്ന് പറയില്ലേ, അതുപോലെ ക്ലൈമറ്റ് ഇസ് കില്ലിംഗ് എസ്. അതുകൊണ്ട് നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് ഇത് പറ്റില്ല. അതായത് പ്രൊഡക്റ്റീവായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. സോ മാക്സിമം ഞാൻ ഈ വെയില് ആറുന്ന ടൈമിൽ, അതായത് വെയില് പോകുന്ന സമയത്താണ് മാക്സിമം അതായത് കുറച്ച് പ്രൊഡക്റ്റീവ് ആക്കാൻ നോക്കുള്ളൂ. അതുവരെ ഞാനും അമ്മയും കൂടെ കിച്ചണിൽ ഓരോ വർക്ക് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ക്ലീനിങ് ചെയ്യും. പിന്നെ ഈ ഈവനിങ് ടൈം ആകുമ്പോൾ ഇവിടെ ഫുൾ ഒരു തണുപ്പ് വരാറുള്ളൂ കേട്ടോ. അതായത് ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇത് ഇങ്ങനെ ഇടയ്ക്ക് ഒരു 1-2 പ്രാവശ്യമൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു വൈബൊക്കെ ഇട്ട് നല്ല പാട്ടൊക്കെ ഇട്ട് ഇങ്ങനെ പോസ്റ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ഒരു പോസിറ്റീവ് എനർജിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഞാൻ എന്റെ വീട്ടിലായിരുന്ന സമയത്ത് എപ്പോഴും എനിക്കിങ്ങനെ ഒരു ട്രെയിനിങ്, അതായത് ഒരു 8ാം ക്ലാസ് മുതൽ ഒരു ട്രെയിനിങ് തന്നിട്ടുണ്ടായിരുന്നത് തിരിവെച്ച് പഠിപ്പിക്കുക കേട്ടോ. അത് ഇടയിൽ എവിടെ കോളേജിൽ വെച്ച് ബ്രേക്ക് ആയതാണ്. അത് വീണ്ടും ഞാൻ റീസ്റ്റാർട്ട് ചെയ്തത് ഇവിടെ വന്നിട്ട് ഒരു ഏകദേശം ഒരു 10 months ഒക്കെ കഴിഞ്ഞിട്ട്, ഒരു 10-11 months കഴിഞ്ഞിട്ട് വീണ്ടും ഞാനത് റീസ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി കേട്ടോ. പിന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു പോസിറ്റീവ് എനർജി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ വീട്ടിലൊക്കെ പോകുമ്പോൾ അവിടെ അമ്പലത്തിലൊക്കെ പോകാറുണ്ട്. അപ്പൊ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഉള്ളിൽ ഫോൺ അലൗഡഡ് അല്ല എന്ന് തോന്നുന്നു. അതായത് നമ്മൾ ഉള്ളിൽ പോയിട്ട് ആ നടയിലൊന്നും പോയി എടുക്കാനൊന്നും പാടില്ല. സോ അതുകൊണ്ട് ഇപ്പൊ ഉള്ളിൽ പോയി എടുക്കാതെ നമുക്ക് പുറത്തു പോയിട്ട് എടുക്കാനായിട്ട് പറ്റും. അതായത് അമ്പലത്തിന്റെ ആ ഒരു ഔട്ട്സൈഡ് ആയിട്ടുള്ള കോമ്പൗണ്ട് ഇല്ല, അവിടെ നിന്നൊക്കെ എടുത്തത്. അപ്പൊ അതിന്റെയൊക്കെ ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പൊ ഇന്ന് ഇത് ഞാൻ എന്തായാലും, പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ ഹൊറിസോണ്ടൽ ആയിട്ടും വെർട്ടിക്കൽ ആയിട്ടും ഫോൺ യൂസ് ചെയ്യുന്നവരുണ്ടാവില്ലേ വ്ളോഗ് എടുക്കുമ്പോൾ, മാക്സിമം നിങ്ങൾ ഹൊറിസോണ്ടൽ ആയിട്ട് വെക്കാനായിട്ട് നോക്കുക കേട്ടോ. അതായത് ഹൊറിസോണ്ടൽ ആയിട്ട് വെക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ലോങ് വീഡിയോസ് ഒക്കെ അടിപൊളിയായിരിക്കും. അപ്പൊ ഞാൻ ജസ്റ്റ് സെൽഫി സ്റ്റിക്ക് പോലത്തെ ഒരു ക്യാമറ സ്റ്റാൻഡ് ആണ്. അപ്പൊ അതിലിങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ചില സമയത്ത് വെക്കാൻ പറ്റുന്നത്. മൈക്ക് ഇതിന് വേണ്ടിയിട്ട് മേടിച്ചു, വോയിസ് ഒന്ന് എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട്, എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മൈക്ക് കൂടെ മേടിച്ചിട്ടുണ്ട്. സോ ഇതൊന്ന് എനിക്ക് ഞാനൊന്ന് ട്രൈയും ചെയ്യാം. അതായത് നമ്മൾ കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ആദ്യം നിങ്ങൾ സംസാരിച്ച് തന്നെ കറക്റ്റ് ആക്കണം. ഇപ്പൊ എനിക്കൊരു കമന്റ് എപ്പോഴും വന്നത്, അതായത് നമ്മളൊരു യൂട്യൂബ് ചെയ്യുന്ന സമയത്ത് ഇൻട്രോ വേണം, അല്ല ഒരു മിഡിൽ പോർഷൻ വേണം, ഒരു എൻഡ് വേണം. അങ്ങനെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ. അപ്പൊ ഞാൻ അടുക്കള എന്തായാലും കാണിക്കാം കേട്ടോ. കുറച്ച് മെസ്സാണ്, പക്ഷെ അതിനു മുമ്പ് ഒരു സംഭവം അവിടെ ബാക്കിൽ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്, അവിടെ കാണിക്കാം കേട്ടോ. അപ്പൊ ഇപ്പൊ ഒന്ന് ക്യാമറ കട്ടാക്കുക കേട്ടോ. ഈ വ്യൂ ആണ് അടിപൊളി കേട്ടോ കാണാൻ. എന്റെ അച്ഛൻ ട്രാക്ടർ ഒക്കെ എടുത്തിട്ട് പോവുക കേട്ടോ. ബാക്കിൽ എന്തോ ഒരു ജനറേറ്റർ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു, എന്താ സംഭവം എന്നറിയില്ല. റബ്ബർമാരും ഒക്കെ അടിപൊളിയായിട്ട്. ഇത് ഞാൻ ഇവിടെ വന്നപ്പോ വിന്റർ സീസണിൽ ഫുൾ വോയിസ് എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നോന്ന് അറിയില്ല. വന്നപ്പോ ഇതേ ഫുൾ ഇതായിരുന്നു. അവിടെ ഇവിടെ ഇല മൊത്തം കൊഴിയായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ചൂടെടുത്തത് ഗൈസ് മുറ്റത്തിടാൻ വേണ്ടിയിട്ട്. അങ്ങനെയായിരുന്നു ഞാൻ ഇവിടുത്തെ മുറ്റം ഞാൻ ആദ്യം അടിച്ചു പിടിച്ചത് അങ്ങനെയാട്ടോ. ബട്ട് അടിപൊളിയായിരുന്നേ. പിന്നെ പറയുന്നത്, പിന്നെ ഇത് ബാക്കില് ഞാൻ കാലത്ത് ചെറിയൊരു ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതെല്ലാവരും കാണുക കേട്ടോ. എനിക്കിപ്പോ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു തന്നാലാണ് നിങ്ങൾ പുതിയ വ്യൂവേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഓർമ്മിപ്പിക്കാനൊക്കെ ആയിട്ട് പറ്റുള്ളൂ കേട്ടോ. ഇപ്പൊ എനിക്ക് ആക്ച്വലി ഒരു സന്തോഷം എന്ന് പറയുന്നത്, എനിക്ക് 2 സബ്സ്ക്രൈബേഴ്സും കൂടി എക്സ്ട്രാ കൂടിയിട്ടുണ്ട്. സോ ഐ എം റിയലി ഹാപ്പി ആൻഡ് വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദം. ആൻഡ് ഇനി ഒരു ഹാബിറ്റ് കൂടെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എന്റെ ജേർണലിംഗ് ഇല്ലേ, ഞാനൊരു 2 ദിവസത്തേക്ക് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഐ എം ഗോണ സ്റ്റാർട്ട് ഇറ്റ് അഗെയിൻ. അതായത് ഒന്നുകൂടി ഞാനത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാ കേട്ടോ. പിന്നെ
എനിക്കിനി കുറച്ചും കൂടി സിനിമകൾ കാണണമെന്നുണ്ട്. ഇനി എന്തായാലും തിയേറ്ററിൽ പോയിട്ട് കാണണമെന്നില്ല കേട്ടോ. പിന്നെ എനിക്ക് ദുരന്തർ മൂവീസ് ഒക്കെ കാണണമെന്നുണ്ട്. ദെൻ ഇനി ഇപ്പൊ ഇപ്പൊ പുതുതായിട്ട് റിലീസ് ആവുന്ന ഫിലിംസ് ഏതൊക്കെയാന്ന് അറിയില്ല കേട്ടോ. കാരണം പണ്ട് കാലങ്ങളിൽ എന്ന് വെച്ചാല് മീൻസ് എന്റെ ചൈൽഡ്ഹുഡ് ഇല്ലേ, ആ ടൈമിൽ കുട്ടിക്കാലത്ത് ഞാനും എന്റെ അച്ഛനും അമ്മ, ചേച്ചി, അനിയൻ ഇവരെല്ലാവരും കൂടി അച്ഛൻ ലീവിന് വരുന്ന സമയങ്ങളിൽ ഇങ്ങനെ പുറത്തൊക്കെ പോയിട്ട് മാക്സിമം അവിടെ സിനിമയൊക്കെ കാണും കേട്ടോ. വടക്കഞ്ചേരിയിൽ പോയി നോക്കി, അവിടെ ഇഷ്ടംപോലെ തിയേറ്ററുകളുണ്ട്. നല്ല അടിപൊളി വൈബാണ് കേട്ടോ അവിടെ. വടക്കഞ്ചേരിയിലെ തിയേറ്റേഴ്സ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഈവൻ എന്റെ ചെറിയച്ഛൻ പോലും പറഞ്ഞിട്ടുണ്ട്, അവരിയ്ക്കുന്ന അവിടുത്തെ ആ സ്ഥലത്ത് തിയേറ്റർ പോലും അന്നത്തെ കാലത്ത് അത്ര ഇവിടത്തെ അത്ര ഒരു ഇതില്ല. ഞാനതിങ്ങനെ പൊക്കി പറഞ്ഞതല്ല, നമുക്ക് അവിടെ ഇരുന്നിരുന്ന് പോയി പോയി ഒരു ശീലമുണ്ട്. സോ അതുകൊണ്ടാട്ടോ പറഞ്ഞേ. അപ്പോ ഇത് ഇത്രയേ ഉള്ളൂ. അപ്പൊ തിയേറ്റേഴ്സിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇനി എനിക്ക് കുറച്ച് ദിവസത്തേക്ക് ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ ഇടണം എന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ദേ ഇനി കുറച്ചൊക്കെ ഓൺലൈൻ ക്ലാസ്സസ് ഇടാം. ഈ ലോങ് വീഡിയോ ഞാൻ ഇന്നോ നാളെയായിട്ട് പോസ്റ്റ് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. സോ ഇപ്പൊ ഇന്നത്തെ വ്ളോഗ് എന്തായാലും ദേ ഇത്ര വെച്ച് എൻഡ് ചെയ്യാണ് കേട്ടോ. അപ്പൊ ഇനി നെക്സ്റ്റ് ഒരു വ്ളോഗ് വരുന്നുണ്ട്. അതിൽ മെയിൻ ആയിട്ട് ഞാൻ ഒരു ഓൺലൈൻ ക്ലാസ് എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇനിയിപ്പോ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, ഇപ്പൊ എനിക്ക് എന്തായാലും ടീച്ചിങ് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്രൊഫഷനാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓൺലൈനായിട്ട് തന്നെ ഞാൻ ചെയ്യാനായിട്ട് നോക്കാൻ പോവാ കേട്ടോ. അത് എന്റേതായിട്ട് തന്നെ സ്വന്തമായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഇങ്ങനെ യൂട്യൂബ് ചാനലിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എന്തായാലും വേറെ ചാനൽ ചെയ്യണോ, അത് രണ്ടും കൂടി മാനേജ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് ഐ ഡോണ്ട് നോ, അറിയില്ല. ബട്ട് അതുകൊണ്ട് ഞാൻ എന്തായാലും ഇതിൽ തന്നെ ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. അപ്പൊ അവിടെ കുട്ടികളുടെ സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ അവിടെ വരാറുണ്ട് കേട്ടോ. അതുകൊണ്ടാ എനിക്കിങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ഭയങ്കര ഡിസ്ട്രാക്ഷൻസ് വന്നാൽ അങ്ങോട്ടൊക്കെ ഞാൻ അറിയാതെയൊക്കെ ശ്രദ്ധിക്കും. ബട്ട് ഒരു കാര്യത്തിൽ ഞാൻ കോൺസെൻട്രേഷൻ കറക്റ്റ് ആയിട്ട് വരുള്ളൂ. ഒന്നിൽ എഴുതുന്ന സമയത്ത് നന്നായി കോൺസെൻട്രേറ്റ് ചെയ്ത് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും. പിന്നെ കിച്ചണിൽ എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ ഇപ്പൊ മെയിൻലി ചായ വെക്കുമ്പോൾ അതിൽ തന്നെ അപ്പൊ അപ്പുറത്ത് പോണത് ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക്. എല്ലാം കൂടി മാനേജ് ചെയ്യൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് അമ്മയുള്ളത് കൊണ്ട് മാത്രം ഞാൻ ഇപ്പൊ രക്ഷപ്പെട്ടു പോകണമെന്നേ ഉള്ളൂ കേട്ടോ. ഇത് ഇവിടെ ഇന്നലെ കുഞ്ചും ബിപിയും കൂടെ ഒരു തേങ്ങയൊക്കെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ചെറിയൊരു കുട്ടി തേങ്ങയാണ്. നോക്കിയപ്പോ അത്ര മൂത്തിട്ടില്ല, അത് കയ്പുണ്ടായിരുന്നു. ശരി കേട്ടോ. അപ്പൊ അതെ, ഇനിയിപ്പോ ഞാനൊരു വ്ളോഗ് ഇടട്ടെ. വ്ളോഗ് അല്ല, ഒരു ഓൺലൈൻ ക്ലാസ് പോലത്തെ ഒരു വ്ളോഗ് ഇടട്ടെ കേട്ടോ. ഈ വ്ളോഗ് എന്തായാലും ഇവിടെ എൻഡ് ചെയ്യാം. അല്ലെങ്കിൽ ഇതിൽ കുറച്ച് കണ്ടിന്യൂറ്റി കൂടി വേണമെങ്കിൽ അതും ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് വേണ്ടിയിട്ട്. പിന്നെ ഞാൻ Q&A പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങളൊന്ന് കുറച്ച് 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 ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു 5-6 ക്വസ്റ്റ്യൻസ് ആയാലും മതി കേട്ടോ. അതൊന്ന് ഇടാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഞാനൊന്ന് ഇടാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് ഈ മൈക്കില്ലേ സൗണ്ട് എങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യൂട്ടോ. അത് ഒരുപാട് നോയ്സ് ഡിസ്റ്റർബൻസസോ അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഒന്ന് ഓപ്പൺ ആയിട്ട് ഒന്ന് കമന്റ് സെക്ഷനിൽ ഒന്ന് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണേ. അപ്പൊ ഇത് ഇത്രയേ ഉള്ളൂ കേട്ടോ വ്ളോഗ്. താങ്ക് യു ആൻഡ് ഡു സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്.